നമസ്കാരം ഗൈസ്. അപ്പോൾ Realme ഇന്നലെ ഇവിടെ Realme GT ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. Realme GT 5G. അതിനോടൊപ്പം തന്നെ Realme GT 5Gയുടെ ഒരു മാസ്റ്റർ എഡിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ലെവലിലൊരു ഫോണാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഫോണിൻ്റെ ഫീച്ചേഴ്സും അത് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ, ഗെയിം കളിക്കാൻ പറ്റുമോ, ക്യാമറ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ഈ ഫോണിൽ ചെറിയൊരു പ്രശ്നം, ഓക്കെ, ഇതിൻ്റെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം കാണുന്നുണ്ട്. സോ ആ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ആ വീഡിയോയുടെ അവസാനം പറയാം. ഫോണിന് ഞാൻ താത്തി പറയില്ല, എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ Realme GT 5Gയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നോക്കാവുന്നതാണ്. അടിപൊളി ഫോണാട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Realme GT മാസ്റ്റർ എഡിഷനാണ് നോക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഗേസ്, നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഗേസ്, അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഓരോ കാറ്റഗറി നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കുന്നുണ്ട്. സോ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് Realme GT മാസ്റ്റർ എഡിഷൻ്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇതാണ്. അതിനുശേഷം നമ്മൾ പെർഫോമൻസ് എങ്ങനെയാണ് നോക്കും, അതിനുശേഷം ക്യാമറ എങ്ങനെയാണ് നോക്കും, ബാറ്ററി, ഡിസ്പ്ലേ, ലാസ്റ്റ് അതർ ഫീച്ചേഴ്സ് എങ്ങനെ നോക്കും, ബാക്കിയുള്ള ഫീച്ചേഴ്സൊക്കെ. സോ ഈ ഒരു 6 കാറ്റഗറികൾ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫോൺ എങ്ങനെയുണ്ട്, ഈ ഫോൺ എടുക്കാൻ പറ്റുമോ, ഗെയിം കളിക്കാൻ പറ്റുമോ, അങ്ങനത്തെ എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും ക്ലിയർ ചെയ്ത് കിട്ടുന്നതാണ്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ കാറ്റഗറി ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. Realme GT മാസ്റ്റർ എഡിഷൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഇതും ഒരു അടിപൊളി ഡിസൈൻ ആട്ടോ വന്നുള്ളത്. ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു പെട്ടിയുടെ ഡിസൈൻ, ഒരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെക്കസോവേ അങ്ങനെ ഒരു ചങ്ങായിയാണ്, എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള പേരല്ല, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ്. അദ്ദേഹം കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ആ ഒരു ട്രാവൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മുടെ Realme GT മാസ്റ്റർ എഡിഷൻ അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അയാളുടെ ഒരു സൈനും വന്നിട്ടുണ്ട് ബാക്കിൽ. Realme GT മാസ്റ്റർ എഡിഷൻ്റെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു സൈനും കാണാനായിട്ട് പറ്റും ആ ഡിസൈനർ. 74 ഗ്രാമാണ് ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ 8 mm ആണ് തിക്ക് വരുന്നത്. സോ ഒരു വെയിറ്റ്ലെസ് അല്ലെങ്കിൽ വെയിറ്റും കട്ടിങ് കുറവായിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യാനും അതുപോലെ കൊണ്ട് നടക്കാനൊക്കെ പറ്റിയ ഒരു കിടക്കാച്ചി ഫോൺ തന്നെയാണ് നമ്മുടെ Realme GT മാസ്റ്റർ എഡിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രൊസസ്സർ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഈ ഫോണിൽ വന്നിട്ടുള്ള പ്രൊസസ്സർ വന്നത് Qualcomm സ്നാപ്ഡ്രാഗണിൻ്റെ 778G എന്നുള്ള ഒരു 5G ചിപ്സെറ്റ് ആണ്. ഒരു 6 നാനോമീറ്റർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആട്ടോ. മാത്രമല്ല ഒരു ഒക്ടാകോർ പ്രൊസസ്സറും കൂടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സോ ഒരു ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു എന്താ പറയുക പ്രൊസസ്സറാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ Android 11 വരുന്നുണ്ട്. അതുപോലെ തന്നെ Realme UI 2.0 വരുന്നുണ്ട്. റാം നോക്കുകയാണെങ്കിൽ LPDDR4Xൻ്റെ റാമാണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജും റാമും തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ബഡ്ജറ്റ് നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലും റാം അഡീഷൻ ഫീച്ചർ ഒന്നും കേട്ടോ, റാം എക്സ്പാൻഷൻ ഫീച്ചർ ഇതിലും വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം 5 GB റാം വരെ എന്ത് ചെയ്യാം ഇതിലും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളൊരു 8 GB ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 13 GB റാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു റാം എക്സ്പാൻഷൻ ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ Adreno 642L എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു ഗ്രാഫിക്സാണ് വന്നുള്ളത്. സാധാരണ നമ്മൾ Adreno 660 അതേപോലെ തന്നെ Adreno 640 ഒക്കെയാണ് വരുന്നത്. ഇത് 642L എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ശരി, നമുക്ക് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതിന് നോക്കുകയാണെങ്കിൽ 6.43 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഒരു അടിപൊളി ഡിസ്പ്ലേ കേട്ടോ. 120 Hz റീഫ്രഷ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 360 Hz ഒരു ടച്ച് റെസ്പോൺസും നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. പബ്ജി കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസും റീഫ്രഷ് റേറ്റും ആയിരിക്കും നമുക്ക് കിട്ടാം. പിക്സൽ ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ 409 ppi ആണ് വരുന്നത്. ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 1000 nits എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു വെയിലത്ത് വെച്ചാലും ഫോൺ നല്ല രീതിക്കുള്ള ഒരു ബ്രൈറ്റ്നസ് ആയാലും കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ യൂസ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ കുഴപ്പമില്ലാത്തൊരു ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു AMOLED ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രൊസസ്സറും വലിയൊരു കുഴപ്പമില്ല. എന്തായാലും ഞാൻ ലാസ്റ്റ് പറയട്ടോ കാര്യങ്ങളൊക്കെ. എന്തായാലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ പറഞ്ഞില്ല, ലാസ്റ്റ് പറയാം. Realme GT മാസ്റ്റർ എഡിഷൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിലും വന്നുള്ളത്. 24 മെഗാപിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, f1.8 ആണ് അതിൻ്റെ അപ്പേച്ചർ വാല്യൂ വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ f2.5 അപ്പേച്ചർ വാല്യൂ ഉള്ള ഒരു 32 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫ്രണ്ട് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല രീതിക്കുള്ള വീഡിയോസും നല്ല രീതിക്കുള്ള ഫോട്ടോസും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് സെൽഫി ആയിട്ട് എടുക്കാനായിട്ട് പറ്റുന്നതാണ്. സോ ക്യാമറ വൈസ് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ പറഞ്ഞ പോലെയല്ല, ബാക്കിയുള്ള ഫോണിൽ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഓക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. Realme GT മാസ്റ്റർ എഡിഷൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 4300 mAh ഒരു ലിഥിയം പോളിമർ ബാറ്ററിയാണ് വന്നുള്ളത്. പിന്നെ ഒരു 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 33 മിനിറ്റിനുള്ളിൽ 0 to 100 ആയിട്ട് എത്തിക്കാൻ പറ്റും. സോ വളരെ പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. സോ ബാറ്ററിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ സീനൊന്നുമില്ല. ഓക്കെ, പിന്നെ ബാക്കിയുള്ള അതർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 5G ബാൻഡ്സ് 2 സിമ്മിലും 5G കിട്ടുന്നുണ്ട്. ഒരുപാട് 5G ബാൻഡ്സിനുണ്ടോ, ഏകദേശം 8 5G ബാൻഡ്സിലധികം നമുക്ക് ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഈ ഫോണിലും നമുക്ക് NFC കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. സോ ഗെയിമും കാര്യങ്ങൾ കളിക്കുമ്പോൾ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ NFC വരുന്നുണ്ട്. അത് എനിക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ NFC വളരെ അപൂർവം ഫോണുകളിൽ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഫോണല്ലേ, കുഴപ്പമില്ലാത്തൊരു ഫോണാണ്. പക്ഷേ ഞാനിതിൽ
തളർത്തി പറയാൻ കാരണം അല്ലെങ്കിൽ എനിക്ക് വലിയൊരു സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും ഈ ഫോണിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പോക്കോ F3 GT കുറച്ചും കൂടി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഈ സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ പോക്കോ F3 GT കുറച്ചും പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പോക്കോ F3 GT ആണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നുന്നുണ്ട് കേട്ടോ. Realme GT അല്ല, Realme GT മാസ്റ്റർ എഡിഷൻ വെച്ച് നോക്കുമ്പോൾ പോക്കോ F3 GT ആണ് കുറച്ചും ബെറ്റർ. സോ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. 8GB 128GB വരുന്നത് 27,999 രൂപയും 8GB 256GB വരുന്നത് 29,999 രൂപയാണ്. സോ ഈ പ്രൈസ് റേഞ്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പോക്കോ F3 GT ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഫോണാണ് കേട്ടോ. പോക്കോ F3 GT ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ ഫോൺ വെച്ചിട്ട്. എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഫോൺ അടിപൊളിയാണ്, പക്ഷേ പോക്കോ F3 GT ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഏതാ ഇഷ്ടം പോലെ നിങ്ങൾ ചൂസ് ചെയ്യാം. എന്തായാലും ഫോൺ വാങ്ങുന്ന മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ റിവ്യൂസും കണ്ടതിന് ശേഷം മാത്രമേ വാങ്ങാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. സോ പുതിയ ടെക്നോളജിയുടെ നമുക്ക് വീണ്ടും ഉണ്ടാവും. ഗുഡ് ബൈ ഗൈസ്.